अथ श्री महाभारत कथा। अथ श्री महाभारत कथा। महाभारत कथा। महाभारत कथा। कथा है पुरुषार्थ की, स्वार्थ के परमार्थ की, सार्थ की जिसकी बने श्री कृष्ण भारत पार्थ की। शब्द दिग्घोषित हुआ जब सत्य साधक सर्वथा। शब्द दिग्घोषित हुआ यदा यदा हि धर्मस्य ग्लानिर्भवति भारत, अभ्युत्थानम् अधर्मस्य तदात्मानं सृजाम्यहम्, परित्राणाय साधूनां विनाशाय च दुष्कृतां, धर्म संस्थापनार्थाय संभवामि युगे युगे। നാരായണം നമസ്കൃത്യ നരം ജീവനരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയം ഉദീരയെ. എല്ലാവർക്കും നമസ്കാരം. മഹാഭാരതം കിളിപ്പാട്ടിലെ ദേവയാനി ചരിതം എന്നുള്ള കഥാഭാഗത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം ആണ് ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കജൻ ആ ശുക്രാചാര്യരുടെ വസതിയിൽ ചെന്നതും മൃതസഞ്ജീവനി വിദ്യ പഠിച്ചതും അതിനിടയ്ക്കുണ്ടായ അപകടങ്ങളും അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടതുമെല്ലാമാണ് നമ്മൾ കഴിഞ്ഞ ഭാഗങ്ങളിൽ കേട്ടത്. അങ്ങനെ ഒരു 1000 വർഷം ആ വിദ്യാഭ്യാസം നിർവഹിച്ചുകൊണ്ട് കജൻ അവിടെ താമസിച്ചു എന്നാണ് പറയുന്നത്, ഗുരുകുലത്തിൽ. അതിനുശേഷം ആ ആചാര്യൻ്റെ അനുവാദത്തോടുകൂടി കജൻ അവിടെ നിന്ന് യാത്ര പുറപ്പെടുകയാണ്. കജൻ പതിവ് പോലെ ആ ദേവയാനിയോടും അദ്ദേഹം യാത്ര പറഞ്ഞു. ശരി, ഞാൻ പോയിട്ട് വരാം, അല്ല ഞാൻ പോകുവാൻ ശ്രമിക്കുകയാണ് എന്നുള്ള രീതിയിൽ സാധാരണ ഒന്നിച്ച് താമസിക്കുന്നവരോടൊക്കെ യാത്ര പറയുന്ന പോലെ യാത്ര പറഞ്ഞപ്പോൾ ആ ദേവയാനി പറഞ്ഞു, ഇത്രയും കാലം നമ്മൾ ഒന്നിച്ച് ഇവിടെ താമസിച്ചതല്ലേ, എന്നിട്ടിപ്പോൾ അങ്ങ് എന്നെ ഉപേക്ഷിച്ച് പോവുകയാണോ? ഞാൻ അങ്ങയെ എൻ്റെ സ്വന്തം പതിയായിട്ടാണ് കണ്ടിരുന്നത്. അങ്ങയെ പല അപകടങ്ങളിൽ നിന്നും ഞാൻ രക്ഷിച്ചതല്ലേ, എൻ്റെ അച്ഛൻ്റെ ആ കഴിവ് കൊണ്ടല്ലേ അങ്ങേക്ക് ഇപ്പോൾ ഈ വിദ്യകളൊക്കെ കിട്ടിയത്. അങ്ങനെയൊക്കെയുള്ളൊരു അവസരത്തിൽ എന്നെ ഇവിടെ ഉപേക്ഷിച്ചുകൊണ്ട് പോകുന്നത് ശരിയാണോ? ഞാൻ അങ്ങയിൽ പ്രേമാകുലയാണ് എന്ന് അങ്ങക്ക് മനസ്സിലായിട്ടില്ലേ എന്നൊക്കെ ഇങ്ങനെ ദേവയാനി ചോദിച്ചു എന്ന് പറയണം. അപ്പോൾ കജൻ അതിന് മറുപടിയായിട്ട് പറഞ്ഞു, അല്ലേ ദേവി, നീ അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ലാത്തതാണ്. ഒന്ന്, നീ എൻ്റെ ഗുരുപുത്രിയാണ്. ഗുരുവിൻ്റെ മകള് സ്വന്തം സഹോദരിയെപ്പോലെ കരുതണം എന്നാണ് പറയുക. രണ്ടാമത്, നീ തന്നെ പറഞ്ഞു എന്നെ പലപ്പോഴും പല അപകടങ്ങളിൽ നിന്നും നീ രക്ഷിച്ചു എന്ന്. അതുകൊണ്ട് തന്നെ എന്നെ രക്ഷിച്ച നീ എനിക്ക് അമ്മയ്ക്ക് സമയമാണ്, അമ്മയാണ്. മൂന്നാമത്, ഇനിയിപ്പോൾ ഒരു അപകടത്തിൽ നമ്മൾ കേട്ടതാണല്ലോ, ശുക്രാചാര്യ മദ്യത്തിൽ കലർത്തി കജനെ കഴിച്ചതും പിന്നീട് കജൻ ശുക്രാചാര്യരുടെ വയറ് പിളർന്ന് പുറത്തു വന്നതുമായുള്ള കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ നിൻ്റെ അച്ഛൻ്റെ ഉദരത്തിൽ നിന്ന് ജനിച്ചവനായതുകൊണ്ട് ഞാൻ നിൻ്റെ സഹോദരനുമാണ്. അതുകൊണ്ട് നീ എന്നെ അങ്ങനെ ഒരു കണ്ണുകളോടുകൂടി കാണരുത്. നമ്മൾ തികച്ചും സഹോദരന്മാരാണ് എന്നുള്ള ഭാവത്തോടു കൂടി തന്നെയാണ് ഞാൻ ഇന്ന് വരെ നിന്നെ കണ്ടിരുന്നത്. ആ ഭാവത്തിന് എനിക്ക് യാതൊരു മാറ്റവുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, അങ്ങനെയല്ല, ഞാൻ അങ്ങയെ എൻ്റെ കമുകനായിട്ടാണ് കണ്ടിരുന്നത്. അങ്ങയെ ഭർത്താവായി കിട്ടണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി തന്നെയാണ് ഞാൻ ഇതുവരെയുള്ള പല കാര്യങ്ങളും ചെയ്തത്. അല്ലാതെ വെറുതെ വഴിക്കൂടെ പോകുന്ന ഒരാളെ അങ്ങനെ പാലിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല. അതുകൊണ്ട് അങ്ങ് എൻ്റെ കാമസമ്പൂർത്തി വരുത്താതെ പോകാൻ പാടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും കജൻ പറഞ്ഞു, ധാർമ്മികമായ രീതിയിൽ
കജൻ മറുപടികളും പറഞ്ഞു എന്ന് പറയാണ്. ഇതുകൊണ്ടൊന്നും ആ ദേവയാനിക്ക് തൃപ്തിയായില്ല. അവസാനം ദേവയാനി കജനെ ശപിച്ചു. നിനക്ക് ഈ പഠിച്ച വിദ്യകളൊന്നും പ്രയോഗിക്കാൻ കഴിയാതെ പോട്ടെ എന്ന് ശപിച്ചു എന്ന് പറയാണ്. അപ്പോൾ കജൻ തിരിച്ചവളോട് പറഞ്ഞു, ഇങ്ങനെ പ്രേമമൂത്ത് നടക്കുന്ന നിൻ്റെ വാക്കുകൾ ആരാണ് പരിഗണിക്കുന്നത്? അല്ലെങ്കിൽ എവിടെയാണ് നിന്നെപ്പോലെയുള്ള ഒരു അപഭ്രംശയായ സ്ത്രീയുടെ, മറ്റുള്ളവരെ അനാവശ്യമായിട്ട് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടുന്നവളായ ഒരു സ്ത്രീയുടെ വാക്കുകൾക്ക് ഒരു വിലയുമില്ല. എന്തായാലും നിൻ്റെ ശാപമൊന്നും ഭരിക്കാൻ പോകുന്നില്ല എന്ന് മാത്രമല്ല, നീ എന്നെ ശപിച്ചതുകൊണ്ട് ഒരു ബ്രാഹ്മണൻ എന്ന നിലയ്ക്ക് ഞാൻ നിന്നെയും തിരിച്ച് ശപിക്കുകയാണ്. ഈ ബ്രാഹ്മണകുലത്തിൽ ശുക്രാചാര്യൻ്റെ മകളായിട്ട് ജനിച്ചവളാണെങ്കിലും നിന്നെ ഒരു ബ്രാഹ്മണനും വിവാഹം കഴിക്കാതെ പോകട്ടെ എന്ന് ആ ദേവയാനിയെ കജൻ ശപിച്ചു എന്ന് പറയണം. ഇങ്ങനെ ദേവയാനിയെ ശപിച്ചതിന് ശേഷം ആ കജൻ അവിടെ നിന്ന് ദേവലോകത്തിലേക്ക് പോയി എന്നും, എന്തായാലും ദേവയാനിയുടെ ഈ ശാപം ഭരിക്കുമോ അല്ലെങ്കിൽ ഭരിക്കാതിരിക്കുമോ എന്നുള്ളതിനെപ്പറ്റി ചിന്തിക്കാതെ കജൻ താൻ പഠിച്ച വിദ്യകൾ പ്രയോഗിക്കുകയല്ല, അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയാണ് ചെയ്തത് എന്ന് പറയുന്നു. അങ്ങനെ കജൻ പ്രാക്ടിക്കൽ ചെയ്യാതെ തിയറി പഠിപ്പിച്ചുകൊണ്ട് ദേവന്മാരെ ഒക്കെ യുദ്ധത്തിൽ നിന്ന് മൃതസഞ്ജീവനിയുടെ ഉപയോഗത്തിലൂടെ രക്ഷിക്കാനുള്ള മാർഗങ്ങൾ അവർക്ക് ഉപദേശിച്ചു കൊടുത്തുകൊണ്ട് അവിടെ അങ്ങനെ ജീവിച്ചു എന്ന് പറയുകയാണ്. ഇനി അടുത്ത ഭാഗത്തിൽ ദേവയാനിയുടെ ബാക്കിയുള്ള കഥകളെ പറ്റിയാണ് പറയുന്നത്. എന്തായാലും വളരെ പ്രശസ്തമായ ഒരു കാര്യമാണ് ഈ കജൻ്റെയും ദേവയാനിയുടെയും കഥ. അതിൽ ഒരു സ്ത്രീയുടെ അഹങ്കാരം അല്ലെങ്കിൽ അതികാമം എങ്ങനെയാണ് അവളുടെ നാശത്തിന് കാരണമായി തീർന്നത് എന്നുള്ളതാണ് നമ്മൾ പിന്നീട് രാജവംശങ്ങൾക്കും അതെങ്ങനെ ബാധകമായി തീർന്നു. ദേവയാനി പണ്ട് മുതലേ പെട്ടെന്ന് ക്ഷുഭിതയാവുന്ന ഒരു സ്ത്രീയായിരുന്നു. അത്തരം ഒരു സ്ത്രീയുടെ പ്രവൃത്തികൾ എങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിനെ ബാധിച്ചത് എന്നുള്ളതിനെ പറ്റിയൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.